ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കയറിയാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ബ്രേക്ക് നമുക്ക് തീരെ ബ്രേക്ക് കുറവ്, ഒരു കല്ലപ്പ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ ഹാൻഡിൽ കവറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ കവറിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ വൈബ്രേഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. കയറ്റിയതിന് ശേഷം നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു ടൈമാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് 30,400 കിലോമീറ്ററോളം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഓരോ 10,000 കിലോമീറ്ററിലാണ് നമ്മൾ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പീരീഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും എയർ ഫിൽറ്ററിൻ്റെ ആ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് അടക്കമാണ് മാറ്റേണ്ടത്. പിന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് നമുക്ക് ഈ വണ്ടിക്ക് വരുമ്പോൾ സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് CVT ക്ലച്ചാണ് വരുന്നത്. അത് ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് വല്ല ഓയിൽ ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ അഴിക്കണേ. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കാണ്ട് റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് ക്ലച്ച് നമുക്ക് അഴിക്കണം. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ ലീക്ക് ആരംഭമാണ്, തുടക്കമാണ്. കൈയോടെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഒന്ന് എയർ അടിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ. അതിൻ്റെ ഉള്ളിൽ ആ ബെൽറ്റ് വർക്ക് ചെയ്ത് ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. കിക്കർ കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. കാരണം നമ്മളിപ്പോൾ ഫുൾ ടൈം സെൽഫ് അടിക്കണതുകൊണ്ട് തന്നെ കിക്കർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എപ്പോഴെങ്കിലും കിക്കർ അടിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ അടിച്ചാൽ താഴെ നിന്ന് പിന്നെ പൊന്തി വരാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ കൂട്ടത്തികൾ നമ്മൾ അതും കൂടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേരിയേറ്റർ, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ തേയ്മാനമൊക്കെ നോക്കുമ്പോഴും തീരെ മോശം അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടൊന്നുമില്ല. 30,000 കിലോമീറ്റർ എന്ന് വെച്ച് കഴിയുമ്പോൾ ആ 30,000 കിലോമീറ്ററിൻ്റെ ഒരു തേയ്മാനമുണ്ട്. അതല്ലാണ്ട് വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ വെട്ടിത്തേയോ കാര്യങ്ങളൊന്നുമില്ല നിലവിൽ. പിന്നെ അതിൻ്റെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും അത് സെൽഫ് മോട്ടറുമേ നിന്ന് ക്രാങ്കമയ്ക്ക് വന്ന കണക്ഷനാണ്. അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ്, നല്ലൊരു വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലമില്ല. പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മളൊന്ന് അഴിച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. കാരണം ഇതൊക്കെ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് വരുന്ന പാർട്സുകൾ പറഞ്ഞൊരു യൂണിറ്റാണത്. അപ്പോൾ അത് നമ്മൾ സർവീസിനകത്ത് തന്നെ അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ പിന്നുകൾ ചെറിയൊരു തേയ്മാനം തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നും റോളറും കൂടുതൽ അടങ്ങുന്ന യൂണിറ്റാണ്. അത് 3 വീതം നമുക്ക് വരാം. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പിന്നിനാണ് കൂടുതൽ തേയ്മാനം വരാം. അപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ ഈ വീല് തേയ്മാനം വന്നു പോകും. വീല് നമുക്ക് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പിന്നുകളിപ്പോൾ 3 പിന്നും റോളറും കൂടി ഏകദേശം ഒരു 100 താഴെ നമുക്ക് കോസ്റ്റ് വരുള്ളൂ. പക്ഷേ ആ വീലിന് ഏകദേശം ഒരു 1,000-1,500 രൂപ നമുക്ക് ചിലവുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമ്മൾ ആ പിന്നും റോളറൊക്കെ മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. ബ്രേക്ക് പിടിച്ചിട്ട് നമുക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കേബിൾ ഇവിടെ കൗട്ടർ പൊട്ടിയിട്ടുണ്ട്. ശരിക്കും ബ്രേക്കിൻ്റെ കേസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കും നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനറുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്, കേബിളുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാൽ തന്നെയാണ് ആ ബ്രേക്ക് സ്മൂത്ത്നെസ് കിട്ടുള്ളൂ, ആ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ കവറിങ് നമുക്ക് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഹെഡിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അതാക്കി ഹെഡ് കവറിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്. അത് കൈയോടെ തന്നെ നമുക്കൊന്ന് അഴിച്ച് മാറ്റിയിടുന്നതായിരിക്കും സേഫ്. കാരണം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മുടെ കണ്ണിൽ പെടില്ല. പിന്നെ കാര്യമായിട്ടുള്ള ലീക്കേജ് കാണിച്ച് ഓയിൽ താഴെ ചാടുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ടെന്നുള്ളത്. സോ അപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ശരിക്കും നമുക്കിതിന് ഈ പഴയ മോഡൽ ആക്റ്റീവ എന്ന് പറയുമ്പോൾ ഈ മോഡലുകൾക്ക് വരുമ്പോൾ നമുക്ക് 800 മില്ലി ഓയിലാണ് എഞ്ചിനിൽ വരാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ ഡ്രോപ്പ് നഷ്ടപ്പെട്ടാലും അത് റിസ്ക്കാണ്. പിന്നെ ചോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ തൽക്കാലം കേബിൾ മാറ്റമൊന്നും വേണ്ട, അങ്ങനെ തന്നെ നിലനിർത്താം. പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോയാൽ നന്നായിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. അത് ഈ ബോഡിയൊക്കെ അഴിക്കണ കൂട്ടത്തിൽ കൂടെ അഴിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ ടച്ച് ചെയ്ത് പോകാൻ പറ്റും. ഉള്ളൊക്കെ നല്ല ഫ്രഷാക്കി വെക്കാനും പറ്റും. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിന്നായിരുന്നത്. ഒരു ക്യാമൊക്കെ ഒരു മില്ലിങ്ങൊക്കെ ക്യാം അഴിച്ച് ഒരു മില്ലിങ്ങൊക്കെ തിരിച്ചിട്ടാണ് ഇട്ടാണ്. കാരണം എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ആ ലൈനർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതേപോലെ കേബിളുകൾ നോക്കുമ്പോഴും ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ്, എന്നാൽ ഫ്രീ അല്ല, ചെറിയൊരു ടൈറ്റോട് കൂടി വർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് കേബിളിൻ്റെ കേസ് പറഞ്ഞത്. ബ്രേക്ക് കേബിൾ 3 വരാം. ഫ്രണ്ടിലേക്ക് 2 ബ്രേക്ക് കേബിൾ, ബാക്ക് ബ്രേക്കിന് ഒരു കേബിൾ 3 ഉണ്ട്. അപ്പോൾ അത് 3 ക്ലിയർ ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആവുള്ളൂ.
പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ കൃത്യമായിട്ട് വർക്കിംഗ് അല്ല. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല രീതിയിൽ ടൈറ്റാണ്. അപ്പോൾ കേബിൾ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മാറ്റി റെഡിയാക്കി ഇടണമാണ് നല്ലത്. അത് മീറ്റർ മെക്കാനിസത്തിന് വേറെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ അത് റെഡിയാക്കി പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ എല്ലാ മെയിൻ്റനൻസുകളും കിലോമീറ്ററിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഒന്നോലെ നമ്മൾ സമയത്തിന് ചെയ്യില്ല, അതല്ലെങ്കിൽ നേരത്തെ കൂട്ടി ചെയ്തു പോകും. എങ്ങനെയായാലും നഷ്ടം തന്നെയാണ്. അപ്പോൾ കിലോമീറ്റർ എപ്പോൾ കട്ടായാലും കിലോമീറ്റർ കേബിൾ എപ്പോൾ പൊട്ടിപ്പോകണോ അത് കൈയോടനെ കയറ്റി ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അബദ്ധങ്ങൾ പറ്റും. അതായത് ഓയിലൊക്കെ മാറുന്ന കിലോമീറ്റർ മാറിപ്പോകും, നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റും. ഓയിൽ ലെവലൊക്കെ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസും വരും. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തു പോകും. അതായത് കറക്റ്റ് സമയത്തിനല്ലാതെ നേരത്തെ ചെയ്താലും ശരി വൈകി ചെയ്താലും ശരി നമുക്ക് നഷ്ടം തന്നെ. പിന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ ക്യാമാണിത്. ആമിൻ്റെ ബുഷുകളൊക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ഓവലായി പോയേക്കാം, അത്രയും ഷെയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിലുള്ള പ്ലേയും സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും. പിന്നെ കൂട്ടത്തിൽ നമ്മൾ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ബാറ്ററിയുടെ വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.65 റേഞ്ചിലോ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയുണ്ട് എന്നുള്ള അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണേ. നിലവിലിരിക്കുന്നത് ആംകോൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിനകത്തൊരു ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മീറ്ററിനകത്ത് കാണിക്കും. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ കംപ്ലയിൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇൻഫോം ചെയ്തെന്നുള്ളൂ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഹാൻഡിൽ കവറിൻ്റെ ഈ ഭാഗത്താണ് ആ സ്ക്രൂവിൻ്റെ ഭാഗം പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ജർക്കിങ് വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് ഈ ഭാഗത്തു നിന്നാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സ്ക്രൂ അഡീഷണൽ എന്തെങ്കിലും കൊടുത്ത് നിർത്താനേ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ രീതിക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ചെയ്തു മാറ്റേണ്ട ഒരു പാർട്സാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞത്. അത് രണ്ടും കൂടി സെറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ കൂട്ടത്തിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണെങ്കിൽ പോലും നമുക്ക് എൻജിൻ ഓയിൽ, എയർ ഫിൽറ്ററും പ്ലഗും മാറ്റാനുണ്ട്. ഹെഡിൻ്റെ സൈഡിൽ ലീക്കേജ് ഉള്ളതുകൊണ്ട് ആ ഗ്യാസ്കറ്റ് അഴിച്ച് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷുകളും ഷോക്ക് ബുഷ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. അതേപോലെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനറുകളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് കേബിളുകളുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, അതൊന്ന് റെഡി ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റി റെഡി ആക്കുകയാണെങ്കിൽ അതും നമുക്ക് കൂട്ടത്തിൽ കൂടെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോൾ ക്ലച്ചിനകത്ത് ആ റോളർ പിന്ന് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ട് വരാം. ശരിക്കും 30,000 കിലോമീറ്ററിൽ 30,400 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്ററിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മേജറായിട്ടുള്ളൊരു വർക്കുണ്ട്, എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോ 30,000 കിലോമീറ്ററിലും ചെയ്യേണ്ട വർക്കാണത്. കാരണം എൻജിൻ ഹെഡിനകത്ത് നമ്മളിപ്പോൾ ഈ എയർ ഫിൽറ്റർ പ്ലഗിലൊക്കെ കയറ്റി പിടിക്കുന്ന പോലെ എൻജിൻ്റെ ഉള്ളിൽ ഹെഡിനകത്താണ് കാർബൺ വരാം. അത് നമ്മൾ ഈ 30,000 കിലോമീറ്ററൊക്കെ എത്തുമ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വാൽവിൻ്റെ സീറ്റിങ്ങൊക്കെ കാർബൺ കയറിയിട്ട് ചെറിയ പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവും. അതൊക്കെ റീസെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെയാണ് വണ്ടിയുടെ പെർഫോമൻസ് കൃത്യമാവുള്ളൂ, മൈലേജ് കിട്ടുള്ളൂ. അതൊക്കെ സ്റ്റഡി ആവണമെന്നുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്താൽ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മളതൊന്നും കൂട്ടിയിട്ടില്ല, നമ്മളിപ്പോൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് പെടുത്തിയാണ്. അപ്പോൾ ഓൾറെഡി ഹെഡ് റോളിങ് ചെയ്യേണ്ട ഒരു പീരീഡാണ് 30,000 കിലോമീറ്ററിൻ്റെ സർവീസിൽ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അത് ഇടയ്ക്ക് എപ്പോഴും സമയം കിട്ടുക ചെയ്തു പോകണത് നല്ലതാണ്. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, മൈലേജ് കംപ്ലയിൻറ്റ്, പിക്കപ്പിലോ അങ്ങനെ പല പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരും. നമ്മൾ വണ്ടി ഓടിക്കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട്, അതൊക്കെയാണ് ശരിക്കും മേജറായിട്ട് വരുന്ന ലക്ഷണങ്ങൾ. പരമാവധിയും എപ്പോഴെങ്കിലും ഗ്യാപ്പുള്ളപ്പോൾ സമയത്ത് ചെയ്തു പോകണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. ഇത്രയും ഭാഗം ഉൾപ്പെടുത്തി ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. ഹെഡ് റോളിങ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, ബാക്കിയത്തെ വർക്കുകൾ ഉൾപ്പെടുത്തി. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.